എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? യേശു പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതിനു മുൻപേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം. മത്തായി സുവിശേഷം 6-8. അപ്പോൾ പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവത്തോട് പരാതിയും പരിഭവങ്ങളും നമ്മുടെ വാർത്തകളും എല്ലാം പറയുകയല്ല. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥനയിലൂടെ മാറേണ്ടത് ദൈവമല്ല, നമ്മളാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യം പറഞ്ഞത്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം നടക്കണമേ. യേശു പറഞ്ഞില്ല എൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന്. കാരണം യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ വഴിക്ക് നടത്താനുള്ള ശ്രമമല്ല, നമ്മെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടത്തുന്നതാണ്. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുന്നു, നമ്മുടെ മനോഭാവം മാറുന്നു, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം വളരുന്നു. അടുത്ത തവണ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയൂ, കർത്താവേ, എൻ്റെ സാഹചര്യം മാറിയില്ലെങ്കിലും ആദ്യം എൻ്റെ ഹൃദയം ഒന്ന് മാറ്റണമേ. കാരണം ഹൃദയം മാറിയാൽ നമ്മൾ ജീവിതത്തെ കാണുന്ന രീതി തന്നെ മാറും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയെ ആവശ്യങ്ങൾ പറയുന്ന സമയം മാത്രമാക്കാതെ അങ്ങ് രൂപപ്പെടുത്തുന്ന സമയമാക്കണമേ. അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മറുപടി, ദൈവം എൻ്റെ സാഹചര്യം മാറ്റുന്നതല്ല, ദൈവം എൻ്റെ ഹൃദയത്തെ തന്നെ മാറ്റുന്നതാണ്.